നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. വളരെ ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ പരിസമാപ്തിയാകാൻ പോവുകയാണ്. കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും UDFന്റെ അതിശക്തമായ പ്രചരണവും 100-ൽ പരം സീറ്റുകളോട് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്ന UDF അധികാരത്തിൽ വരാൻ പോകുന്നതിന്റെ മാറ്റൊലി കേൾക്കുന്നു എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസിന് അനുകൂലമായ ട്രെൻഡ് ഉണ്ട് എന്നുള്ളത്. ഞാൻ പറയാൻ വന്നത് കൊട്ടാരക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളമാണ്. കൊട്ടാരക്കര മണ്ഡലത്തിൽ ശ്രീമതി ഐഷ പോറ്റി വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയപരമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലും നടത്തിയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് പറയുന്നത്. സാധാരണ ജനങ്ങൾക്കിടയിൽ, അതോടൊപ്പം തന്നെ സ്ത്രീജനങ്ങളുടെ ഇടയിലും ഒക്കെ ഐഷ പോറ്റി ഒരു തരംഗമായി മാറി. UDF തരംഗത്തോടൊപ്പമുള്ള യാത്രയാണ്. ഒരു കാരണവശാലും പിന്നോട്ടില്ല. നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെയും പ്രവർത്തന മികവിന്റെയും അവസാനത്തെ ലാപ്പാണ്. ഇന്നും നാളെയും നമ്മൾ സൈലന്റ് ആയിട്ട് വർക്ക് നടത്തുകയാണ്. നാളെ ഓരോ വോട്ടേഴ്സിനെയും നമ്മുടെ ബൂത്തുകളിൽ എത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രിയമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ, നമുക്ക് ഈ കിട്ടുന്ന അവസരത്തെ നമ്മൾ വിനിയോഗിക്കാതെ ഇരുന്നാൽ അത് കൃത്യമായി ഞാൻ പറയുകയാണ്, വലിയ ഒരു നഷ്ടം കോൺഗ്രസിനുണ്ടാക്കും. പക്ഷേ നമുക്ക് ആവേശമുണ്ട്, ജനങ്ങൾക്ക് കോൺഗ്രസിനോട് ഒരു വലിയ പ്രത്യാശയുണ്ട്. ഈ ഗവൺമെന്റ് കോൺഗ്രസിൻ്റെതാണ്. പക്ഷേ ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഓരോ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ചു വരണം ഈ തരംഗത്തിന്റെ സമയത്ത്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും കാത്തുപരിപാലിക്കുന്നതിൽ മുൻകൈയെടുത്ത് എന്നും നിന്നിട്ടുള്ളത് കേരളമാണ്. ആ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ഇന്ത്യയിൽ നിന്നല്ല, പുറം രാജ്യങ്ങളിൽ പോലും പ്രത്യേകതയുണ്ട്. കാരണം ഇത്രമാത്രം ചിന്തിക്കുകയും രാജ്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒത്തൊരുമയോട് കെട്ടുറപ്പോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം ഈ ലോകത്തില്ല എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മുടെ സംസ്ഥാനത്തെ വിളിക്കുമ്പോൾ വിദേശികളായിട്ടുള്ള ആൾക്കാർ ടൂറിസം മേഖലയിൽ വലിയ വ്യാപകമായ വളർച്ച നേടാൻ കഴിവുള്ള സാധ്യതയുള്ള ഈ സംസ്ഥാനം ലോകത്തിന്റെ നെറുകയിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ തലത്തിൽ മാത്രമല്ല, സർവീസ് മേഖലകളിൽ മാത്രമല്ല, ടെക്നോക്രാറ്റുകളെ സംഭാവന ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല. കാരണം ഈ സംസ്ഥാനം വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സംസ്ഥാനത്തെ നമ്മൾ കാണുന്നതിന്റെ കാരണം, ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾ അത്തരത്തിൽ മതേതരത്വത്തിനും ആ ജനാധിപത്യ ബോധത്തെയും അടിയുറച്ച് വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. കൊട്ടാരക്കരക്കാരോട് പറയുവാനായി, നമ്മളൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഇത്രമാത്രം ആവേശത്തോടെ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സ്ഥാനാർത്ഥിയെ സ്ഥാനം കുറച്ചു കാണുകയല്ല, നമ്മൾ നിന്ന് വിട്ടുപോയ രശ്മി ചേച്ചിയും ചെറുതായി കാണുകയല്ല. ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന വലിയ ഒരു മനുഷ്യൻ കൊട്ടാരക്കര മത്സരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവരെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന ഒരു പ്രവർത്തനമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളിൽ നിന്നുള്ള ആവേശവും. ഇത് കൊട്ടാരക്കരയ്ക്ക് ഗുണം ചെയ്യും. കൊട്ടാരക്കരയിലെ 8 പഞ്ചായത്തുകളിലും വ്യക്തമായ ലീഡ് നേടുന്ന തരത്തിലേക്കാണ് പോയത്. വെളിയത്തെയും എഴുതി തള്ളേണ്ട, ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടകളെയും നമുക്ക് എഴുതി തള്ളേണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഐഷ പോറ്റിയോടൊപ്പം നിൽക്കുന്ന ജനങ്ങൾക്ക് ആ ആവേശം വന്നു കഴിഞ്ഞു. കൈപ്പത്തി എന്ന ആവേശം, അവർ നടത്തിയ പ്രവർത്തനങ്ങൾ, അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത് കോൺഗ്രസിന്റെ വരാൻ പോകുന്ന വലിയ ഒരു യുഗത്തിന്റെ ആരംഭം കുറിക്കുവാൻ, ആ നാന്ദി കുറിക്കുവാൻ, സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കരുണയുടെയും ആ ചിഹ്നത്തിന്മേൽ നിങ്ങളുടെ കയ്യൊപ്പ് ചേർത്തണം. നാളെ നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അമ്മമാരെ, പെങ്ങളുമാരെ, സഹോദരിമാരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ, അച്ഛന്മാരെ, സഹോദരന്മാരെ, നമ്മുടെ ചിഹ്നം മറക്കരുത്. നമ്മുടെ ചിഹ്നം കൈപ്പത്തിയാണ്. ആ കൈപ്പത്തി നാളെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഐഷ പോറ്റിയെ ജയിപ്പിക്കാൻ വേണ്ട നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകണം. പ്രതിപക്ഷത്തിന്റെ നമ്മുടെ പഞ്ചായത്തിൽ മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ വളരെ ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. അവരെ വില കുറിച്ച് കാണുന്നില്ല. പക്ഷേ കോൺഗ്രസ് അത് ആവശ്യമാണ്. കോൺഗ്രസ് ഈ ജനതയുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ഈ രാജ്യത്തെ സമാധാനത്തിന്റെ പ്രതീകമാണ്. അവർ ജയിക്കണം. അതിനുവേണ്ടി ഒരു ദിവസം കൂടി ഇന്ന് നിശബ്ദ പ്രചരണം കഠിന ശക്തമായി നടത്തണം. നാളെ ഓരോ വീടുകളിൽ നിന്നും വരാനുള്ള വോട്ടുകൾ കൃത്യമായി വോട്ട് ചെയ്യിപ്പിച്ച് കൊട്ടാരക്കര നിയോജക മണ്ഡലം വിജയിപ്പിക്കണം. അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MPയും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ശക്തമായി ഐഷ പോറ്റിയോടൊപ്പമുണ്ട്. നിങ്ങൾ ഒരു സംശയത്തിനും ഇട കൊടുക്കണ്ട. ശക്തമായ നേതൃത്വ പിന്തുണയോടുകൂടി ഞങ്ങളെല്ലാവരും വളരെ സജീവമായി പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്. എന്താണ് കാരണം? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര UDFനോടൊപ്പം.
കേരളം വളരും, UDF ജയിക്കും.